അത് ശരി. ഇപ്പൊ ഞാൻ റെക്കോർഡിങ് ഞാനിപ്പോ എന്റെ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്, എന്റെ മൊബൈൽ, സോറി, ലാപ്ടോപ്പിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം ഇന്നത്തെ. അതെ അതെ, അതായിരിക്കും ബെറ്റർ. സാറിന് അത്ര അറിഞ്ഞൂടെന്ന് തോന്നുന്നു. അപ്പോഴും സാറ് ഇന്നലത്തെ ഒരു ഷോർട്ട് ഫോം എനിക്ക് ഒരു ആ, വീഡിയോ എടുത്ത് തരണം. അല്ല, ഇപ്പം പറഞ്ഞുതരാം. ഇപ്പൊ ക്യാൻവ ഓപ്പൺ ആക്കാൻ പറ്റുമോ? സാഹചര്യം വരുന്നവരെ ഞാൻ പറഞ്ഞുതരാം. ക്യാൻവ ആണ്. ഓക്കെ, ഞാൻ മറ്റേ OBS ഓപ്പൺ ആക്കിയിട്ട്. OBS ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ അത് മിനിമൈസ് ചെയ്താൽ മതി. ഓക്കെ. ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പിലാ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ CPU കംപ്ലൈന്റ് ആയി, അത് നന്നാക്കാൻ പോയിരിക്കണം. അപ്പൊ ലാപ്ടോപ്പ് ഇത്തിരി സ്ലോ ആണ്. ആ, ഉം. എടുത്ത് ഓപ്പൺ ആയോ? ഓപ്പൺ ആയി. ഓക്കെ. ഇങ്ങനെ ഒരു പേജാ വന്ന് കിടക്കുന്നു. നോക്കട്ടെ. ഞാനൊന്ന് ഓപ്പൺ ചെയ്തോടെ. ഫോണിൽ കയറിയിട്ട് ലാപ്പിലാണ് ഞാൻ. ഓക്കെ. മൊബൈലിൽ കാണുന്നത് അല്ലേ? അതെ, മൊബൈലിൽ കണ്ടിട്ട് ലാപ്പിൽ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ മൊബൈലിൽ ഇപ്പൊ എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നോക്കി. കാണത്ത്. അപ്പൊ ഈ ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. അതെ, ആ പേജാ വന്നു. നീ, എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്ന് തീരുമാനിക്കും. പോസ്റ്റർ ആണോ? എനിക്ക് അതെ അതെ, പോസ്റ്റർ. ഓക്കെ. പോസ്റ്റർ വേണം. ആ വീഡിയോ എഡിറ്റിങ്. വീഡിയോ 1 മിനിറ്റ് 2 മിനിറ്റ്സ് ഒക്കെ ഉള്ള വീഡിയോ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ അതെ പറ്റും. അതെ 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 അതെ, ഞാനൊന്ന് ഒരു ആഡിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടേക്കുന്നു. ആ, അത് എനിക്ക് എഡിറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയായിരുന്നു. അത് വേണം, പോസ്റ്റർ വേണം. ആഗ്രഹം. നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ ഉം. സ്ക്വയർ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഇതിനകത്ത് ഓക്കെ. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇത് കണ്ടില്ലേ, വീഡിയോ, ഇതെല്ലാം അത് വീഡിയോ ക്ലിക്ക് ചെയ്യാം. ഉം. വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർമാറ്റ് ഏതാ വേണ്ടെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണുന്നല്ലേ? കാണുന്നു. മൊബൈൽ വീഡിയോ, മൊബൈലിൽ ഷൂട്ട് ചെയ്തല്ലേ? അപ്പൊ അത്, അതെ. ആ, അത് ലെങ്തി ആയിട്ടാണെങ്കിൽ ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ, ഇതിലാണ്, ഇൻസ്റ്റയിലാണ് പോവുക. ആ, അതേസമയം സ്ക്വയർ ആയിട്ട് മാത്രമേ നമുക്ക് സോറി, ഫേസ്ബുക്കിൽ പോവുക. സ്ക്വയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലും പോവും, ഇൻസ്റ്റയിലും പോവും. ഓക്കെ. അപ്പൊ സ്ക്വയർ ആണെങ്കിൽ ഓക്കെ. ആ, രണ്ടിലും പോവും. അപ്പൊ നമുക്ക് ഏതിലാ ചെയ്യണ്ടേ? സ്ക്വയറിൽ ചെയ്യാനല്ലേ സാറേ? ഓക്കെ. ഒരെണ്ണം ക്ലിക്ക് ചെയ്തോളൂ.
മിനിറ്റ്സ്. അവിടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന്. ഇങ്ങനെയാ കിടക്കുന്നത്. ഡിസ്കവർ അത് ഓഫ് ലാൻഡ് ലാസ്റ്റ്. ഒരു കാര്യം ചെയ്തു മാഡം, അവിടുന്ന് എനിക്ക് അവിടുന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ കൂടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ എനിക്ക് മൊബൈലാണ് സാറേ. അല്ല, അതല്ല, ആ, ഇതിന്റെ അതിലും അതെങ്ങനെ അതിലും ലോഗിൻ ചെയ്യും, രണ്ടിലും ലോഗിൻ ചെയ്തോളൂ. നമ്മുടെ രണ്ടിലും ജോയിൻ ചെയ്യാം അല്ലേ? സ്റ്റോർ ആയിട്ടിരിക്കുന്ന പ്രശ്നം. സാജൻ വന്നിട്ടുണ്ടോ? അഡ്മിറ്റ്. ഓക്കെ, അഡ്മിറ്റ്. ഒന്നോ സാജൻ വന്നിട്ടുണ്ട്. മോർണിംഗ് സാജൻ. മോർണിംഗ്. കേൾക്കുന്നു. അല്ല, ബിനറാണി മാഡത്തിന് ക്യാൻവ സാജൻ ലേറ്റ് ആയിപ്പോ ഞങ്ങൾ അതൊന്ന് നോക്കൂ ചെയ്ത്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കുറച്ചു നേരമായി കയറിയിട്ട് എനിക്ക് നമ്മള് ജോയിൻ കൊടുക്കാൻ അഡ്മിറ്റ് കിട്ടിയില്ല. ഓക്കെ. റെക്കോർഡിങ് ശരിയായില്ലായിരുന്നു. അത് ആദ്യമൊക്കെ ആരോ പറഞ്ഞത് റെക്കോർഡിങ് കിട്ടാൻ കുറച്ച് ദിവസം എടുക്കുന്നൊക്കെ. അത് എനിക്കറിയില്ല, അതങ്ങനെ അതായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നലെ ഞാൻ മറ്റേ ഇത് നോക്കിയിരുന്നു, ക്യാൻവ നോക്കിയിരുന്നു. കുറെ ടെംപ്ലേറ്റ്സ് ആണ് എനിക്ക് കിട്ടിയത്. സ്ലൈഡ് ഷോന്റെ ഇതൊക്കെ കിട്ടി. പക്ഷെ പുതിയൊരു ഇതായതുകൊണ്ടായിരിക്കും, ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പുതിയതായതുകൊണ്ടായിരിക്കും എനിക്ക് എന്തൊരു ഫോട്ടോഷോപ്പിന് അത്ര ഒരു കൺവീനിയന്റ് ആയിട്ട് തോന്നിയില്ല. കുറെ റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട് എന്ന് മാത്രം. വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ടായിരിക്കും. എന്തോ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല മാഡം? പറ്റുന്നില്ല സാർ. അത് ജോയിൻ ഇത്തിരി അങ്ങനെ ലേറ്റായി പോകുന്നു. OBS ആണോ? അല്ലല്ല, ക്യാൻവ. ഞാൻ നമ്മുടെ ലിങ്കിലോട്ട് കേറിയിട്ടേ ഞാൻ രണ്ടിലും കൂടി എടുത്തു. മൊബൈലില് did not open the workplace എന്ന് കാണിക്കുന്നു. അല്ല, അത് നെറ്റ് കിട്ടിയിട്ടുണ്ടോ ലാപ്ടോപ്പില്? നെറ്റുണ്ട്. പിന്നെ വൈഫൈ ആണ്. ഓക്കെ. വരുന്നുണ്ട് സാർ. വരുന്നുള്ളൂ ഇവിടെ. OBS ഡൗൺലോഡ് ചെയ്തോ സാജൻ? ഞാൻ OBS ആദ്യം എടുത്തിരുന്നു, ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്തില്ല എന്ന് മാത്രം. ഞങ്ങൾക്ക് പണ്ടത്തെ ഫ്രീഡം ചാലഞ്ചിലൊക്കെ OBS ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കുറെ സാധനങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ സ്ക്രീനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ പ്രാക്ടിക്കലായിട്ട് സൂമിലൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും മാഡം, നമുക്ക് ക്യാൻവ പിന്നെ നോക്കാം. ഇപ്പൊ OBS ഓപ്പൺ അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് ഇപ്പൊ അത് ചെയ്യാം. ശരി സാർ, പറഞ്ഞു. പറഞ്ഞോളൂ സാർ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കാണാം. OBS ഇതല്ലേ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ OBS ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ
സാറേ എന്റെ ഇത് വന്ന സാർ ഒന്ന് അഡ്മിറ്റ് ചെയ്യോ? One minute. ലാപ്പ് ചെയ്ത് കയറി. ഓക്കെ. ഓക്കെ, അഡ്മിറ്റ് ആവുമായിരിക്കും. അഡ്മിഷൻ കൂടുതലുണ്ട്. വന്നു. ശരി സാർ. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. മൊബൈലിൽ കയറുമ്പോ ഏതായിരുന്നു മൊബൈൽ കണക്ട് ചെയ്ത് മൊബൈൽ ക്യാമറ കൊടുക്കാൻ ഏതായിരുന്നു? അതിന് ഡ്രോയിഡ് ക്യാം. ഓക്കെ സാർ. ഓക്കെ. OBS ഓപ്പൺ ആയില്ലേ? അതെ. ഇപ്പൊ എന്റെ OBS അല്ലേ നിങ്ങൾക്ക് കാണാൻ കാണുന്നുണ്ടോ? അതെ 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 അതെ. ഇനി ഇതിന്റെ സാറേ OBS ലാപ്ടോപ്പിൽ എടുക്കണോ അതോ ഫോണിൽ എടുക്കണോ? ലാപ്ടോപ്പിൽ തന്നെ പറ്റുള്ളൂ. എനിക്ക് മൊബൈലിൽ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പറഞ്ഞോ സാർ. കാണാലോ നിങ്ങളെ OBS ഓപ്പൺ ആയില്ലോ അല്ലെ? അപ്പൊ നിങ്ങളുടെ OBS ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിവിടെ ഈ സീൻ ലെഫ്റ്റ് സൈഡില് ബോട്ടം കോർണറിൽ ലെഫ്റ്റ് ബോട്ടിൽ സീൻ എന്ന് പറഞ്ഞ കാണുന്നുണ്ടോ? അത് നിങ്ങളുടെ ബ്ലാങ്ക് ആയിരിക്കും അല്ലേ? ബ്ലാങ്ക്. സീൻ ബ്ലാങ്ക്. അപ്പൊ സോഴ്സും ബ്ലാങ്ക് ആയിരിക്കും അല്ലെ? ഈ നെക്സ്റ്റ് വിൻഡോ ഇത് ബ്ലാങ്ക് അല്ലേ? ബ്ലാങ്ക് ആണ്. അപ്പൊ സീനിൽ ആദ്യമേ താഴത്തെ പ്ലസ് ക്ലിക്ക് ചെയ്യാം. ഈ പ്ലസ് കാണുന്നുണ്ടോ? എന്റെ സീൻ എന്ന് പറഞ്ഞിട്ട് സീൻ 2 എന്ന് കിടക്കുന്നു. സോഴ്സിൽ വീഡിയോ ക്യാപ്ചർ ഡിവൈസ്, ഓട്ടോ ഇൻപുട്ട് ക്യാപ്ചർ. അപ്പൊ അത് ഓൾറെഡി നേരത്തെ ചെയ്തതാണ്. അത് വേണമെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. നേരത്തെ ചെയ്തു വെച്ചതാണ്. ഒരു സീൻ 3 എനിക്കും കിടക്കുന്നുണ്ട്. ആ സീൻ റിമൂവ് അടിച്ചാൽ മതിയാ? റിമൂവ് അല്ല, അതൊന്ന് ഹൈലൈറ്റ് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക, അതിന്റെ താഴെ ഒരു ബിന്നിന്റെ ഫോട്ടോ കാണുന്നില്ലേ? ഡിലീറ്റ് കൊടുത്താലും മതി. വെറും സീൻസ് മാത്രം വെച്ചിരുന്നിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യട്ടെ? അല്ല, മറ്റത് വേറെ എന്താണ്? സീനിൽ എന്തെങ്കിലും ഉണ്ടോ? സീൻസ് കിടക്കുന്നു, സീൻ 2 കിടക്കുന്നു തൊട്ട് താഴെ അല്ലെ? ഈ സീനിന്റെ തൊട്ട് താഴെ ഉള്ളത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? സീൻ 2 എന്നുള്ളത്. സീൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. സീൻ 2 എന്നുള്ളത് ഇങ്ങനെയാണ്, ഈ തൊട്ട് താഴെ. അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ പിന്നെ വേസ്റ്റ് ബിൻ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് പോയിട്ടുണ്ടോ? പോയി. അപ്പൊ സോഴ്സും കാര്യമായി കിടക്കല്ലേ ഇപ്പൊ? സോഴ്സ് ഇല്ല, സോഴ്സ് വീഡിയോ ക്യാപ്ചർ കിടക്കുന്നുണ്ടോ? സീനില് ഇനി എന്തെങ്കിലും ഉണ്ടോ? സീൻ എന്ന് പറയുന്നത് ഇത് മെയിൻ, ഈ കാണുന്ന എന്റെ കർസർ മൂവ് ചെയ്യുന്ന കാണുന്നുണ്ടോ? ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് തൊട്ട് താഴെ പല ലിസ്റ്റായിട്ട് പലത് കാണുന്നില്ലേ? എന്റെ സ്ക്രീൻ നോക്കും. സീന് മൊത്തം എം ടി ആക്കുക. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എം ടി ആക്കുക. കിട്ടിയില്ലേ മാഡം? ഹലോ ബീന മാം, എന്തെങ്കിലും പറയോ? കേൾക്കാൻ പറ്റില്ല, പോയോ? ഔട്ടായ? അത് മൈക്ക് ഓഫ് മ്യൂട്ടായിരുന്നു. ബീന മാമിന്റെ മൈക്ക് ഓഫ് ആണ്. ഹലോ, മൈക്ക് ഓഫ് ആണ്. ക്യാമറയോ ഓഫ് ആയില്ലോ? അപ്പൊ അതിനിപ്പോ അത് ഓപ്പൺ ആയല്ലോ അല്ലെ? ആണ്, ഓപ്പൺ. അപ്പൊ സീനില് ഒരു പ്ലസ് ക്ലിക്ക് ചെയ്യാം.
സീനില് പ്ലസ് താഴെ താഴെ ലെഫ്റ്റ് ഏറ്റവും താഴെ കോർണറിൽ പ്ലസ്, എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുക. അതിന്റെ മെയിൻ ക്യാമറ എന്ന് കൊടുക്കുക. ക്യാമറ, മെയിൻ ക്യാമറ അല്ലേ? മെയിൻ ക്യാമറ എന്ന് തന്നെ. ഓക്കെ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു. ആ ഇനി സോഴ്സിലേക്ക് വരിക. സോഴ്സിൽ പ്ലസ് കൊടുത്തിട്ട് ഒരു ക്യാമറ ആഡ് ചെയ്യുക. പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലിസ്റ്റ് വരും. കുറെ ലിസ്റ്റ് ഇല്ലേ? ആപ്ലിക്കേഷൻ ഓഡിയോ ക്യാപ്ചർ, ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ, അതെ. അതിൽ ക്യാമറ കാണുന്നില്ല. ക്യാമറ, വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ഇല്ലേ താഴെ, ഏറ്റവും താഴെ നിന്ന് മൂന്നാമത്തെ വീഡിയോ ക്യാപ്ചർ. ഓക്കെ അത് ക്ലിക്ക് ചെയ്യും. ഓക്കെ. എന്നിട്ട് അത് ജസ്റ്റ് അത് ഓക്കെ ക്ലിക്ക് കൊടുത്താൽ മതിയോ? അത് ക്ലിക്ക് ചെയ്യൂ. അത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ലാപ്ടോപ്പിന്റെ ക്യാമറ ഉണ്ടാവുമല്ലോ. തൽക്കാലം അത് തൽക്കാലം ലാപ്ടോപ്പ് ക്യാമറ എന്ന് കൊടുക്കുക. അവിടെ പേര് അത് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോ ഒരു ലിസ്റ്റ് വരും. ഓക്കെ ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു ലിസ്റ്റ് പോലെ വന്നില്ലേ? ഒരു വേറെ ഒരു സ്ക്രീൻ വന്നു. ആ സ്ക്രീനിനകത്ത് നമുക്ക് ഡിവൈസ് ക്യാമറ ഓപ്പൺ ആയി. ക്യാമറ ഓപ്പൺ ആയി. അതില് ആ ഡിവൈസസിന്റെ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഒരു ക്യാമറ ഉള്ളൂങ്കിൽ ഒന്നും വേറെ ഒന്നും ഡ്രോപ്പ് ഡൗൺ വരില്ല. ഓക്കെ. HD യൂസർ ഫേസിംഗ് OBS വെർച്വൽ ക്യാമറ. OBS വെർച്വൽ അങ്ങനെയാണോ? അതെ വെർച്വൽ ക്യാമറ, OBS വെർച്വൽ ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിപ്പില്ല, കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വർക്ക് ചെയ്യും. അപ്പൊ HP ട്രൂ വിഷനോ എന്താ നിങ്ങളുടെ ലാപ്ടോപ്പിൽ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ഓക്കെ പോകുക. ഓക്കെ. അപ്പൊ സോഴ്സിൽ ഒരു ക്യാമറ വന്നില്ലേ? അതെ. ഓക്കെ. ക്യാമറ വന്നിട്ട് ഇനി ഒന്നുകൂടി പ്ലസ് ക്ലിക്ക് ചെയ്യുക. സോഴ്സിലോ അതോ സീൻസിലോ? സോഴ്സിലല്ലേ? അല്ലല്ല, സോഴ്സിലും. ഓക്കെ. ഇപ്പൊ നമ്മള് സീനിലുള്ള മെയിൻ ക്യാമറ എന്ന് കൊടുത്തിരിക്കുന്നത് അതിന്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോ ആഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ. ഓക്കെ. ഓക്കെ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഡ്രോപ്പ് ഡൗൺ വന്നില്ലേ? അതിനകത്ത് ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓഡിയോ ഔട്ട്പുട്ട് ക്യാപ്ചർ, ഇൻപുട്ട് ക്യാപ്ചർ. ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഓക്കെ കൊടുത്താൽ. ഓക്കെ കൊടുക്കുമ്പോ നിങ്ങൾ പല സോഴ്സ് ഉണ്ടെങ്കിൽ പലതിന്റെ ലിസ്റ്റ് കാണിക്കും. ഇപ്പൊ അത് നിങ്ങൾക്ക് ലാപ്ടോപ്പിന്റെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാത്രമേ ലിസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലിസ്റ്റിലുണ്ടാവും. അപ്പൊ നിങ്ങൾ ലാപ്ടോപ്പിലുള്ള എങ്ങനെ ഡിഫോൾട്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഡിഫോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി ഉള്ള ലാപ്ടോപ്പിലുള്ളത് വരാൻ വേണ്ടി. കാരണം അത് മാത്രമല്ലേ ഇപ്പൊ ഉള്ളൂ, വേറെ ഡിവൈസ് ഒന്നും ഇല്ലല്ലോ. മൈക്രോഫോൺ അറേ, സൗണ്ട് ടെക്നോളജി, അത് അങ്ങനെ എന്തൊരു സാധനം കിടക്കുന്നുണ്ട്. അത് മുമ്പ് കൊടുത്തതാണോന്ന് അറിയില്ല. ഏത് സോഴ്സിലാ? സോഴ്സിൽ അതൊക്കെ ഡിലീറ്റ് അത് എംറ്റി ആയിരുന്നു എന്നല്ലേ പറഞ്ഞേ? അല്ല, മെയിൻ ക്യാമറ എന്ന് പറഞ്ഞ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തതാണല്ലോ. അവിടെ വേറെ ഒന്നും വരാൻ പാടില്ല സോഴ്സില്. സൗണ്ടിലാണ് ഡിവൈസ്. ഓക്കെ. സൗണ്ട് ലിസ്റ്റില് അത് നമുക്ക് പല അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ ഡിഫോൾട്ട് കൊടുത്താൽ മതിയല്ലോ അല്ലേ? ഡിഫോൾട്ട് ഉള്ളതും അല്ല, ഒന്ന് മാത്രമല്ലേ ഉള്ളൂ സൗണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അതില് മൈക്രോഫോൺ അറേ, അത് അറിയുന്നുള്ള മൈക്രോഫോണിന്റെ പേരായിരിക്കും. ശരി. അപ്പൊ അത് കൊടുത്താൽ മതിയോ? അത് കൊടുത്തോ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പിലെ ക്യാമറ, നിങ്ങൾ അഡീഷണൽ കൊടുത്തിരിക്കുന്ന സൗണ്ട്, അത് രണ്ടും സോഴ്സിലേക്ക് ആഡ് ആയല്ലോ.
ഓക്കെ അവിടെ ഓക്കെ. ഇനി ആ ഓഡിയോ തോന്നിച്ചിരിക്കുന്നു. ഈ ഓഡിയോ ഇൻപുട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓഡിയോ ഇൻപുട്ട് എടുത്തിരിക്കുന്നത് ആ ഡബിൾ ക്ലിക്ക് ചെയ്യല്ല, അതൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ശേഷം ഇവിടെ പ്രോപ്പർട്ടീസ് തൊട്ട് മുകളിൽ പ്രോപ്പർട്ടീസ് അല്ലേ, ഡബിൾ ക്ലിക്ക് ചെയ്യണ്ട. ഡബിൾ ക്ലിക്ക് ചെയ്ത് വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. തൊട്ട് മുകളിൽ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് അതിനകത്ത് സൗണ്ട് കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. നമുക്ക് വോയിസ് സപ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇതുണ്ട്. അതിപ്പോ എന്റെ ഇതിനകത്ത് കാണുന്നില്ല. ഞാൻ അതിപ്പോ എല്ലാം ഇതിനകത്ത് ഫില്ലായി കിടക്കുന്നുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അല്ലെങ്കിൽ ഇവിടെ ഇതിൽ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൽ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് അതെ, മൈക്രോഫോൺ. ഓക്കെ, ഓൺ ചെയ്തേ. രണ്ട് ഫിൽറ്റേഴ്സ് കൊടുക്കുക. അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഫിൽറ്റേഴ്സ് തൊട്ട് മുകളിലുള്ള ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്യാം. ഫിൽറ്റേഴ്സ് ഒരു വിൻഡോ വന്നില്ലേ ബ്ലാങ്ക് ആയിട്ട് വന്നു. അതിൽ ഏറ്റവും താഴെ ലെഫ്റ്റ് കോർണറിൽ ഒരു പ്ലസ് കാണുന്നുണ്ടോ? ഏറ്റവും താഴെ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? അത് ഒന്ന് പുള്ളപ്പ് ചെയ്താലേ ഇത് കാണുള്ളൂ. ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡില് പ്ലസ് വേസ്റ്റ് ബിൻ, 3 ആരോസ്, 2 ആരോസ് മുകളിലേക്ക്. അതിൽ പ്ലസ് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് നോയിസ് സപ്രഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോയിസ് സപ്രഷൻ അത് ക്ലിക്ക് ചെയ്യാം. പേര് ഓക്കെ കൊടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഒരു ഇത് വന്നിട്ടുണ്ടാവും, ഗുഡ് ക്വാളിറ്റി, മോർ CPU യൂസേജ്. ഇത് കിടന്നാലാണ് സെപ്പറേഷൻ നടക്കുക. പിന്നെ അത് റൈറ്റ് സൈഡിൽ ആരോ ഗെയിം ഒരു ഡ്രോപ്പ് ഡൗൺ വരുമല്ലോ, ഒന്ന് ഗുഡ് ക്വാളിറ്റി, ഒന്ന് സ്ലോ CPU യൂസേജ്, ലോ ക്വാളിറ്റി. അതില് മോർ CPU യൂസേജ് കൊടുക്കുക. കൊടുത്തേക്കണേ. ഓക്കെ. ഇനി അത് ആ വിൻഡോയുടെ റൈറ്റ് സൈഡിൽ ക്ലോസ് എന്നുള്ള ഇതുണ്ട്, അത് ക്ലോസ് ചെയ്തോ. റൈറ്റ് സൈഡ് കോർണറിൽ. അപ്പൊ ഇപ്പൊ നോയിസ് സപ്രഷൻ ഉണ്ട്. ഇപ്പൊ ഫാനിന്റെ സൗണ്ട് ഒന്നും വരില്ല. ശരി. ഫാനിന്റെ സൗണ്ട് പുറമേന്ന് റോഡിയുടെ കാറൊക്കെ പോകുന്ന അത്ര ഹെവി അല്ലെങ്കിൽ അതൊന്നും വരില്ല. അപ്പൊ നമ്മള് സംസാരിക്കുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ മെയിൻ ക്യാമറയുടെ സോഴ്സിൽ ഇത്ര ആഡ് ചെയ്തു. ഇനി നമ്മൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ബാക്ക്ഗ്രൗണ്ട്. അത് ഇവിടെ പ്ലസ് സോഴ്സിലേ പ്ലസ് ക്ലിക്ക് ചെയ്യുക. ബാക്ക് ഇമേജ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള, ഞാൻ ഇപ്പൊ ഓൾറെഡി ഒരെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഗ്രീൻ സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പൊ അത് നമുക്ക് ഇമേജിന് പകരം നമ്മളെ സ്ക്രീനൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെ, അവിടെ എന്ത് പിക്ചർ വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ അതിന്റെ ഓപ്ഷൻ എന്താ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്? ഇല്ല, അതിന് ഗ്രീൻ സ്ക്രീൻ കൊടുത്താൽ മതി. അതല്ല, ഇമേജിന് പകരം നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. അത് വരുന്നുള്ളൂ. അതിലേക്ക് വരാം. ആദ്യമേ നമ്മുടെ ക്യാമറയും സൗണ്ടും സെറ്റ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടാക്കി വയ്ക്കുക ആദ്യം, മെയിൻ ക്യാമറ. നമ്മള് സീൻസിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സീൻസിൽ ആദ്യം മെയിൻ ആയിട്ടുള്ള ക്യാമറയും അതിന്റെ സൗണ്ടും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ആണ് നമ്മൾ വെക്കുന്നത്. ഇപ്പൊ എന്റെ ഇത് നോക്കി നോക്കോ. ഇപ്പൊ ഞാൻ സ്ക്രീൻ ബ്ലാക്ക് ആയിട്ടല്ലേ കാണുന്നത്, എന്റെ പിക്ചർ, എന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അതിനകത്ത് ഓഡിയോ ഇൻപുട്ട് ഉണ്ട്, വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ഉണ്ട്, ഡ്രോയിഡ് ക്യാം ഉണ്ട്. അപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന വീഡിയോ ക്യാപ്ചർ ഡിവൈസ് രണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രോയിഡ് ക്യാം ആണ് ഞാൻ ഉപയോഗിക്കുക സാധാരണ. അതെ, അത് OBSന്റെ പ്ലഗിൻ ആണത്. സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് ഞാനിപ്പോ ഡൗൺലോഡ് ചെയ്തു. എന്റെ വേറൊരു മൊബൈലിലാണ് ഞാൻ ചെയ്തത്.
അത് ആ, അതിൽ അത് അപ്പൊ ഡ്രോയിഡ് ആ ക്യാം മൊബൈലിൽ കണക്ട് ചെയ്യണം അല്ലേ? അതെ മൊബൈലും കൂടെ കണക്ട് ചെയ്യണം നമ്മള്, USB വഴി കണക്ട് ചെയ്യണം. USB കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യണം. അത് കുറച്ച് പ്രൊസീജിയർ ആട്ടോ, അത് എനിക്ക് ചിലപ്പോൾ കാണാതെ പറഞ്ഞു തരാൻ പറ്റുന്ന വരില്ല. അത് അതെ. നമുക്ക് ചിലപ്പോ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് അതിനെ കുറിച്ച്. കുറെ ആ പ്രൊസീജിയർ ഞാൻ ഉണ്ട് നോക്കാം. ഒന്ന് അതെ സെറ്റപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടി കുറെ. അതെ. ആ ശരി. അതേസമയം ആ നമ്മൾക്ക് ഇപ്പൊ വേറെ ക്യാമറ ആണെങ്കിൽ നേരിട്ട് USB വഴി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ സോഴ്സിൽ അത് വരും, ആ ഓക്കെ. ക്യാമറ വരും. അപ്പൊ ഇത് ഈ നമ്മൾ ബാക്ക് ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് ഡ്രോയിഡ് ക്യാം വഴി കുറച്ച് പണിയുണ്ട്. അതെ. ഉം. മൊബൈൽ ക്യാം യൂസ് ചെയ്യണമെങ്കിൽ അല്ലേ? അതോ വേറെ ക്യാമറ, ഏത് ക്യാമറ യൂസ് ചെയ്യണമെങ്കിലും ഉണ്ടോ? അത് എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ വേറെ അതെ. ക്യാമറ ഫിക്സ് ചെയ്തില്ല. സാധാരണ ക്യാമറകളൊക്കെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ക്യാം ക്യാംകോഡർ ഉണ്ടല്ലോ, ക്യാംകോഡറിൽ എന്താ പറയുന്നതിന്, വെബ് ക്യാമോ? വെബ് ക്യാം ഒക്കെ നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനകത്ത് ഓൾറെഡി അതിനകത്തുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവുമല്ലോ ഓക്കെ. നേരിട്ട് കണക്ട് ചെയ്യാവുന്ന. നമ്മൾ ഈ നമ്മുടെ മൊബൈൽ ബാക്ക് ക്യാമറ ഉപയോഗിക്കാനാണ് ഞാൻ ഈ ഡ്രോയിഡ് ക്യാം ഒക്കെ വേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനത് നോക്കിയിട്ടില്ല, വേറെ ക്യാമറ ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഇത് പിന്നെ ഈ സിസ്റ്റത്തിലെ ക്യാമറ ഉപയോഗിക്കാൻ ഈ പറഞ്ഞ പ്രശ്നമൊന്നുമില്ലല്ലോ? അല്ല, അത് വേറെ സെറ്റപ്പ് ഒന്നും വേണ്ടല്ലോ, ഡ്രോയിഡ് ക്യാം വേണ്ട. ഓക്കെ. എന്നിട്ട് പിന്നെ അതിന്റെ തൊട്ട് താഴെ കളർ സോഴ്സ് കിടക്കുന്നുണ്ടോ, അത് അത് ഗ്രീൻ ആക്കിയിടുക. കളർ സോഴ്സ്. അത് കളർ സോഴ്സ് നമുക്ക് എൻ്റർ ചെയ്യണം. അത് ആദ്യമേ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കളർ സോഴ്സ് എന്നുള്ളത് കിടക്കുന്നില്ലേ? സോഴ്സസ് അല്ലേ? അല്ല, അല്ലേ? അതല്ല, സോഴ്സില് പ്ലസ് ക്ലിക്ക് ചെയ്തേ. ഉം. അപ്പൊ ആ ഡ്രോപ്പ് ഡൗൺ വരുന്നതിനകത്ത് അഞ്ചാമത്തെ ഐറ്റം ആയിട്ട് കളർ സോഴ്സ് എടുക്കുന്നു. കളർ സോഴ്സ്. ഓക്കെ. ആ കളർ സോഴ്സ് എടുത്തിട്ട് അത് ഗ്രീൻ ആക്കി ഇടണം. ഓക്കെ. അത് ഓക്കെ ഗ്രീൻ കൊടുത്തിട്ട് കൊടുത്താൽ മതി. ഗ്രീൻ ഇത് ഗ്രീൻ കൊടുത്താൽ മതി. സെലക്ട് കളർന്ന് കിടക്കുന്നുണ്ടോ ആ വിൻഡോയില്? ഓക്കെ കൊടുത്തില്ലേ? ഞാൻ പറയാം, ഒന്നുകൂടി പറയാം. ഓക്കെ കൊടുത്ത സെലക്ട് കളർ. ഓക്കെ. അതെ. അതിൽ ഗ്രീൻ ആക്കിയില്ല അതെ. അല്ലേ? അങ്ങനെ ഗ്രീൻ ആക്കി ഇടുമ്പോ സാധാരണ നമ്മുടെ ബാക്ക് സൈഡ് ഇതുപോലെ ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ. അത് ആ ഗ്രീൻ സ്ക്രീൻ ആണെങ്കിൽ. സ്ക്രീൻ പുറകിലുണ്ടെങ്കിലേ അതാവുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രസന്റേഷന് വേണ്ടിയുള്ള നമ്മുടെ വീഡിയോ, സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഇത്രയും ഇതിനകത്ത് മെയിൻ ക്യാമറയിൽ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തലേക്ക് നമുക്ക് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? പ്രസന്റേഷൻ ആണോ ചെയ്യേണ്ടത്, റെക്കോർഡിംഗ് ആണോ ചെയ്യേണ്ടത്? റെക്കോർഡിംഗ് ആണെങ്കിൽ നമുക്ക് ഇത് തന്നെ നേരിട്ട് റെക്കോർഡിംഗ് ഇടാം. ഇനി ഇതിന്റെ ഈ വിൻഡോയില് എല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. സൗണ്ട് മിക്സർ എന്ന് കിടക്കുന്നുണ്ടല്ലോ, ഓഡിയോ മിക്സർ. ഓഡിയോ മിക്സർ. ഓഡിയോ മിക്സറിൽ ഓഡിയോ. നിങ്ങൾ പല ഓഡിയോ ഇതിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് സൗണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിന്റെ സൗണ്ട് ഈ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബാർ ഉണ്ടല്ലോ, ഈ ബാർ ഏറ്റവും താഴേക്ക് കൊണ്ടുവന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. എത്ര എണ്ണം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് നോക്കുക. സൗണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് മിനിമൈസ് ചെയ്തിടുക. ഓക്കെ. ഡെസ്ക്ടോപ്പ് ഓഡിയോ കിടക്കുന്നുണ്ട്. അല്ല, ഓഡിയോ മിക്സർ എന്നുള്ളത് റൈറ്റ് മൂന്നാമത്തെ കുളം. അതെ, ഓഡിയോ മിക്സറിൽ 3 കിടക്കുന്നത്. ഡെസ്ക്ടോപ്പ് ഓഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നത് മാത്രം ഓൺ ആക്കി വെക്കുക, മറ്റതെല്ലാം മിനിമൈസ് ചെയ്തിടുക. നിങ്ങളിപ്പോ ഷർട്ടിൽ കുത്തുന്ന ഒരു ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാത്രം ഓൺ ചെയ്തിടുക. അപ്പൊ അത് ഈ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബാർ ഉണ്ടല്ലോ, ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ മിനിമൈസ് ചെയ്തിട്ട് കഴിയുമ്പോൾ പിന്നെ സൗണ്ട് ഒന്നും കേൾക്കില്ല. അപ്പൊ ആ സൗണ്ടിന്റെ ആ അഡ്ജസ്റ്റ് ഇവിടെ ഏകദേശം ഇവിടെ കൊണ്ടു നിർത്തുക. റെഡിലേക്ക് പോകരുത് കേട്ടോ. ഗ്രീനിന് തൊട്ട് മുമ്പായിട്ട് ഇത് വെക്കുക. ഇപ്പൊ സംസാരിക്കുമ്പോൾ ആ സൗണ്ട് വേവ്സ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ബാക്കി ഓഡിയോസ് ഒന്നും മൂവ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സീൻ ട്രാൻസിഷൻ. അത് നമുക്ക് അത്ര വലിയ ആവശ്യമൊന്നുമില്ല. അത് നമ്മളുടെ സ്ലൈഡ്
ഒക്കെ മൂവ് ആ ചെയ്യുന്നതിന് അതാണ്, അത് ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ആ ഉള്ളത് അടുത്ത കോളം എന്ന് പറയുന്ന കൺട്രോൾസ് ആണ്. കൺട്രോൾസ്. ഓക്കെ. കൺട്രോൾസിൽ ഏറ്റവും മുകളിൽ കിടക്കുന്ന സ്ട്രീമിംഗ് ആണ്. ഡയറക്റ്റ് സ്ട്രീമിംഗ് നമുക്ക് ചെയ്യാം. ഇപ്പൊ ആ സ്ട്രീമിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് സ്ട്രീമിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യിക്ക് വേണം. ഏത് സോഷ്യൽ മീഡിയയിലേക്കാണ് നമ്മൾ സ്ട്രീം ചെയ്യുന്നത്, അതിലേക്ക് ലിങ്ക് ആ ചെയ്യുന്ന പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. അത് ഞാൻ ചെയ്തിട്ടില്ല. ഇനി ആ തൊട്ട് താഴെ റെക്കോർഡിംഗ്. റെക്കോർഡിംഗ്, സ്റ്റാർട്ട് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് കൊടുത്തു കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പോസ് ബട്ടൺ ഉണ്ട്. നമ്മൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. ആ നമ്മളിങ്ങനെ ഇതുപോലെ ഈ ഞാനിപ്പോ ഇരുന്ന് ചെയ്യുന്ന പോലെ ഇതിലേക്ക് OBSൽ റെക്കോർഡ് ചെയ്യുക. ഏതെങ്കിലും സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പോസ് ആക്കാം. നമ്മൾ ഒരു തപ്പലോ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ പോസ് ആക്കി പിന്നെ നമ്മൾ മാറ്റർ വായിച്ചു നോക്കിയിട്ട് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് ചെയ്യുക, സാധാരണ റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെ. നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതെ അതെ ചെയ്യാവുന്ന രീതി. ആ. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇത് സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അതുവരെയുള്ള റെക്കോർഡ് ചെയ്ത് അത് ഫയലിലേക്ക് പോകും. ഓക്കെ. വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഒരു ആ ഫയലായിട്ട് പോകും. പിന്നെ അടുത്ത റെക്കോർഡിംഗ് പിന്നെ വേറെ ഫയലായിട്ട് പോകും. അത് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രേക്ക് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ആ എന്നാലും നമ്മളിപ്പോ അത് പോസും ഒറ്റ ഫയലായിട്ട്. അതെ ഒറ്റ ഫയലായിട്ട് റെക്കോർഡ് ആവുന്നുണ്ടാവും. അതാണ് അതിന്റെ രണ്ടുപേരും. ഇനി താഴെ കിടക്കുന്ന സ്റ്റോപ്പ് വെർച്വൽ ആ ക്യാമറ. ഇപ്പൊ ഈ വെർച്വൽ ക്യാമറ ഓൺ ആ ചെയ്താലാണ് നമ്മൾ സൂമിലേക്ക് ഇപ്പൊ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഓൺ ആയി കിടക്കുക, ആ മനസ്സിലായില്ലേ? ഇതിപ്പോ സ്റ്റോപ്പ് ആ വെർച്വൽ ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂമിലേക്ക് നമ്മുടെ ഈ OBSൽ ചെയ്യുന്നതൊന്നും വരില്ല. ഓക്കെ. പറഞ്ഞ ഇപ്പൊ ഇത് സൂമിൽ ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ ആ ഈ വെർച്വൽ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ഈ അല്ല, സൂമിലേക്ക്? അത് വെർച്വൽ ക്യാമറ ഓൺ ചെയ്തോളൂ. സ്റ്റാർട്ട് വെർച്വൽ ക്യാമറ. അതെ. അപ്പൊ ഇപ്പൊ ഇപ്പൊ ഞാൻ എന്നെ കാണുന്നത് എങ്ങനെയാണ്? നോക്കട്ടെ. അത് വെർച്വൽ ക്യാമറ ഓഫ് ചെയ്തേ. അപ്പൊ രണ്ടിന്റെ ഡിഫറൻസ് ഇപ്പൊ അത് ഇപ്പൊ കിടക്കുന്നത് എന്താന്ന് വെച്ചാൽ OBSന്റെ പിക്ചറാണ് അവിടെ കിടക്കുന്നത്. OBSൽ ഒരു ലൈബ്രറിയുടെ പിക്ചറാണോ കാണുന്നത്? പിക്ചറാണ് കിടക്കുന്നത് അവിടെ. വന്നിട്ടില്ല, സാഹചര്യം വന്നിട്ടില്ല. അപ്പൊ അത് എന്നെ കൊണ്ടുവരാൻ എന്താ ചെയ്യണ്ടേ? അത് ആ ക്യാമറ ഓൺ അല്ല, അതാണ്. ആ ക്യാമറ കണക്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അല്ല ഞാൻ ലാപ്പിന്റെ ക്യാമറയാണല്ലോ. ആ ലാപ്പ് ക്യാമറ. ഇപ്പൊ വന്നോ? ഇല്ല. അത് എനിക്ക് തോന്നുന്നു OBS പോയിട്ട് ഒന്നുകൂടെ വെർച്വൽ ക്യാമറ ഓഫ് ചെയ്തേ. സോഴ്സസിലാണോ പോണ്ടേ? അല്ല, കൺട്രോൾസിൽ ഏറ്റവും ലാസ്റ്റ് റൈറ്റ് സൈഡ് കോളത്തില് കൺട്രോൾസ്. സ്റ്റാർട്ട് വെർച്വൽ ക്യാമറ ഓൺ ചെയ്തു. ഇപ്പോഴാണ് ഓൺ ചെയ്തേ? അതെ. ഇപ്പോഴോൺ ചെയ്തപ്പോ വന്നോ? എന്നെ വെർച്വൽ ക്യാമറ. കാണുന്നുണ്ടോ? ഓക്കെ. ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടോ? ബാക്ക്ഗ്രൗണ്ടും കാണുന്നുണ്ട്. ഇനി ഞാനിപ്പോ എന്റെ ഇതില് നിക്കാണ്, എന്റെ സൂമിൽ നിൽക്കുക. ഇനി അവിടെ പോയിട്ട് ആ വെർച്വൽ ക്യാമറ ഓഫ് ചെയ്തേ. അപ്പൊ എന്താ ചെയ്യേണ്ടത് സംഭവിക്കുന്നത് നോക്കാം. വെർച്വൽ ക്യാമറ ഓഫ് ചെയ്യും OBSല് വെർച്വൽ ക്യാമറ ഓഫ് ചെയ്യും. പോയിട്ട് ഓക്കെ. യെസ്, ഇപ്പൊ അത് ഓഫായി. ഇപ്പൊ OBSന്റെ സൈൻ മാത്രം അവിടെ തന്നെ. ഒന്നുകൂടെ ഓൺ ചെയ്തേ. ഓൺ ചെയ്തു. വെർച്വൽ ക്യാമറ ടൈം എടുക്കുന്നുണ്ട് വരാൻ. ഓക്കെ. അല്ല, പക്ഷെ എനിക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല. അല്ല, അത് ഇപ്പൊ OBSലല്ലേ ഇരിക്കുന്നത് സാജൻ, അതുകൊണ്ടാണ്. അതെ. സൂമിലേക്ക് സൂമിൽ വന്നപ്പോ എന്റെ വീഡിയോ ഇവിടെ ഓഫാണ്. ഇല്ല, ആദ്യം വന്നായിരുന്നല്ലോ അത്. ഒന്നുകൂടെ OBS പോയി ഇത് ഓൺ ആണെന്ന് നോക്കി. വെർച്വൽ ക്യാമറ ഓൺ ആണെന്ന് നോക്കി OBSല്. സാജൻ ഇപ്പൊ 3 സിസ്റ്റത്തിൽ നിന്ന് കയറിയിട്ടുണ്ടോ? അതെ, ഞാൻ മൊബൈലിൽ നിന്നുണ്ട്. പിന്നെ OBSലുണ്ട്. അല്ലാതെ OBSൽ പക്ഷെ ഞാൻ കേറിയിട്ടില്ലല്ലോ. OBS അതാ ഞാൻ ചോദിച്ചത്. OBS ഉള്ള പക്ഷെ OBSന്റെ പിക്ചർ ഉള്ള ഒരു സിസ്റ്റം ഇവിടെ കാണുന്നുണ്ട്. അതെന്റെതാ.
ആ ആ ഇത് അതാണ്. അവിടെ അത് മാറ്റാൻ പറ്റുന്നില്ല എനിക്ക് ആ OBS പിക്ചർ. ഇത് മാഡത്തിനാണ് കിടക്കുന്നത്. ഓക്കെ. എന്റെ യൂസർ എന്ന് പറഞ്ഞ കണക്ക്. ഓക്കെ. പക്ഷെ അത് വീഡിയോ വരുന്നില്ല. ഞാൻ വെബ് ക്യാം ആണ് ഉപയോഗിക്കുന്നത്. അല്ല, അപ്പൊ മാഡം ഉണ്ടായിരുന്നു അവിടെ? ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ എല്ലാം കണ്ടോണ്ടിരിക്കുക. മറ്റതിന് എന്നെ ഔട്ടായി പോയി മൊബൈലിനെ. ഓക്കെ ഓക്കെ. അപ്പൊ അത് മൊബൈലില് ഞാൻ വന്ന് നിൽക്കുകയാണ് സാറ്. ആ, വീണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുക. അതെയാ? അത് ഇവിടെ വരുന്നില്ലല്ലോ. ഒരു നിമിഷം. ഞാൻ പാർട്ടിസിപ്പൻസിന്റെ ഒക്കെ ക്ലോസ് ചെയ്തു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓ, ഞാൻ ഇത് കണ്ടോണ്ടിരിക്കുക, ലാപ്പിൽ കണ്ടോണ്ടിരിക്കുക. ഉം. എനിക്ക് ഈ OBS വിർച്വൽ ക്യാമറ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ ആയിരുന്നു. പക്ഷെ അത് മാറ്റാൻ പറ്റുന്നില്ല. എന്റെ വെബ് ക്യാം ഓപ്പൺ ആവുന്നില്ല. അതുകൊണ്ടാണ് അത്. വെർച്വൽ ക്യാമറ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? OBS വിർച്വൽ ക്യാമറ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സിമ്പൽ ഇവിടെ വന്നത്. ആ അതുവരെ യൂസർ എന്ന് മാത്രം കിടന്നു. ഇപ്പൊ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ കിടക്കുന്ന യൂസർ എന്നുള്ളത് ബീന മാഡത്തിന്റെ ആണ്. അപ്പൊ സാജിന്റെ സിസ്റ്റം, മറ്റു സിസ്റ്റമെല്ലാം ഓഫ് ചെയ്തോ? എന്റെ ഇത് ഉണ്ടല്ലോ. എന്റെ ഇപ്പൊ ഒരെണ്ണം എന്നെ കാണുന്നുണ്ടാവും, മറ്റേത് ബ്ലാക്ക് ആയിട്ടാ കിടക്കുന്നത്. അല്ല, OBS കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റം ആണോ ഇപ്പൊ ഈ പിക്ചർ കാണുന്നത്? അല്ല, ഇത് മൊബൈലാ. അപ്പൊ സാജിന്റെ ബ്ലാങ്ക് ആയിട്ട് കിടക്കാനുള്ളത്. അവിടെ ക്യാമറ ഫേസ് ചെയ്തിട്ടുണ്ടോ? ക്യാമറ ഫേസ് ചെയ്തില്ലെങ്കിൽ ക്യാമറ അത് നിങ്ങളുടെ ഫേസിലേക്ക് തിരിച്ച് ലാപ്ടോപ്പ് ആണെങ്കിൽ ഉണ്ട്. അതവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. ഒരു കാര്യം ചെയ്യുമോ? അത് ഞാൻ പറയാം. ഇപ്പൊ ഇതിനകത്ത് നമ്മള് കളർ സോഴ്സ് കൊടുത്തിരിക്കുന്ന മുകളില് ഈ സോഴ്സില് ലിസ്റ്റ് കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് വീഡിയോ ക്യാമറ, സൗണ്ട്, ലാപ്പില് കളർ സോഴ്സ് കൊടുത്തിട്ടില്ലേ? കളർ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ താഴെയുള്ള ആരോ ക്ലിക്ക് ചെയ്യും. അപ്പൊ അത് താഴേക്ക് വരും, നമ്മുടെ പിക്ചറിന് താഴേക്ക് വരും. ലെയർ മാറ്റാൻ കളർ സോഴ്സ് നമ്മൾ പിന്നീടല്ലേ ആഡ് ചെയ്തത്. കളർ സോഴ്സ് പക്ഷെ വന്നിട്ടില്ല. കളർ സോഴ്സ് അവിടെ ഇപ്പൊ എന്തൊക്കെയാ കിടക്കുന്നത്? ഓഡിയോ, വീഡിയോ, പിന്നെ എന്താ ഉള്ളത്? സോഴ്സസിലോ? അതെ, സോഴ്സസിൽ ലാബ് ക്യാം മാത്രമേ ഉള്ളൂ. ലാപ്പിൽ ക്യാമറ വന്നു, സൗണ്ട് ഇല്ലേ? ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ ഇല്ലേ? ഓഡിയോ ക്യാപ്ചർ അല്ലേ സാർ ആദ്യം? അതെ. ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ അത് ഞാൻ കൊടുത്തിട്ടില്ല ഇപ്പൊ, അത് പോയി. അല്ല, അപ്പൊ ഓഡിയോ ഇൻപുട്ട് ഓക്കെ, അത് കൊടുത്തു. അപ്പൊ വീഡിയോ ക്യാപ്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ വരുന്നില്ലേ അതില്? വീഡിയോ ക്യാപ്ചർ കൊടുത്തു. വീഡിയോ ക്യാപ്ചർ ഞാൻ ലാബ് ഇപ്പഴാ വന്നത്. ഓക്കെ, ഔട്ട്പുട്ട് ക്യാപ്ചർ, വീഡിയോ ക്യാപ്ചർ. ഓക്കെ, അത് കൊടുത്തു. ഈ യൂസറിന് കിടക്കുന്നത് ബീന മാഡത്തിന്റെ ആണോ? അതെ. അതെയാ? അത് സാർ അത് ലാപ്പിൻ്റെതാണ് യൂസർ. അതിലെന്നെ കണ്ടുടല്ലോ അല്ലേ? അപ്പൊ സാജന്റെ ഇവിടെ കിടക്കുന്നുണ്ട്, അത് ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. അത് കണക്ട് ആയിട്ടില്ല. ഇതുപോലെ കണക്ട് ചെയ്തതിനു ശേഷം പിന്നെ നോക്കിയാൽ മതി സാജൻ. അല്ല, അപ്പൊ ഇത് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതാ? സൂമിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? സൂമിലേക്ക് കണക്ട് ചെയ്യുന്ന വെർച്വൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലേക്ക് വരും. ഇവിടെ ഈ സ്റ്റോപ്പ് വെർച്വൽ ക്യാമറ എന്നുള്ളതുണ്ടല്ലോ കൺട്രോൾസിൽ, അത് കൊടുത്തു. സൂമിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ വേറെ അതൊരു ക്വസ്റ്റ്യൻ ആട്ടോ. അതെങ്ങനെ കണക്ട് ചെയ്തത്? സൂമിലേക്ക് കണക്ട് ചെയ്യാൻ എന്തായിരുന്നു കഴിഞ്ഞാൽ സ്ക്രീൻ ഷെയർ ചെയ്താല് സൂമിലേക്ക് പോവാം. സ്ക്രീൻ ഷെയറിംഗ് ആണോ? സ്ക്രീൻ ഷെയറിംഗ് അല്ലല്ലോ. സ്ക്രീൻ ഷെയർ അതാ ഈ ഒരു പ്രശ്നത്തിലാണ് ഞാൻ മുമ്പ് നിർത്തിയത്. അതെ, സൂമില് സ്ക്രീൻ ഷെയർ കൊടുത്തിട്ട് OBS കൊടുത്തു നോക്കി. OBS
സ്ക്രീൻ ഷെയർ കൊടുക്കുമ്പോ OBSന്റെ പേജ് ഓപ്പൺ ആയി കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ എങ്ങനെയാ അത്? ഇപ്പൊ സാർ എങ്ങനെയാ എടുത്തിട്ടുള്ളത്? എനിക്ക് ഓർമ്മയില്ല അത് എങ്ങനെ കൊടുത്തതെന്നുള്ളത്. ഇത് ഓൾറെഡി കണക്റ്റഡ് ആയിട്ട് നേരത്തെ സ്ക്രീൻ പോലെ ഷെയറിൽ കിടക്കണം. OBS കിടക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. OBS കൊടുത്തത് ഞാനിപ്പോ സ്ക്രീൻ ഷെയറിൽ. മെയിൻ ക്യാമറ. ഓക്കെ, ഇത് ഇപ്പൊ മെയിൻ ക്യാമറ ഇവിടെ കിടക്കണേ. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. ഇത് തന്നെയാണ് പരിപാടി. ഓക്കെ, അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ പിക്ചർ ഇങ്ങനെയല്ലേ കിടക്കുന്നത്, ഒരു കോർണറിലല്ലേ കിടക്കുന്നത്. അതെ, ആ പക്ഷെ എനിക്ക് കോർണറിൽ ഇവിടെ കാണുന്നില്ല. കൺട്രോൾ F അടിക്കുക. ആ കൺട്രോൾ F അടിക്കുമ്പോ ഫുൾ സ്ക്രീനിലേക്ക് അത് വരും. അല്ലെങ്കിൽ ഈ കോർണർ പുള്ളി ചെയ്താലും മതി. അതെ, കോർണർ പുള്ളി ഇപ്പൊ ഞാൻ അതന്നെ അത് പുള്ളി, അല്ലെങ്കിൽ കൺട്രോൾ F കൊടുത്താലും മതി. ഓക്കെ ഓക്കെ, അതന്നെ കാണുന്നുണ്ടോ? പോവാ. പക്ഷെ എനിക്ക് ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഫുള്ളാക്കത്. മെയിൻ ക്യാമറയിൽ നമ്മൾ ഫുള്ളാക്കി ഇടുക. ഫുള്ളാക്കി ഇപ്പൊ ഫുള്ളായില്ലേ? ഇപ്പൊ എനിക്കിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്ന കാണാൻ പറ്റുന്നത്. ആദ്യം ബ്ലാങ്ക് ആയിരുന്നല്ലോ. അതിന് ശരിയാവുന്ന തോന്നുന്നു. സ്ക്രീൻ ഷെയർ ആണോ കാണുന്നത്? അതെ, സ്ക്രീൻ ഷെയർ ആണ് കാണുന്നത്. അപ്പൊ ഇതിൽ OBSന്റെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നില്ലേ? ഈ സ്റ്റുഡിയോ മോഡ് ഓഫ് ചെയ്തേ. റൈറ്റ് സൈഡിൽ കൺട്രോൾസിൽ സ്റ്റുഡിയോ മോഡ് ഓഫ് ചെയ്യും. താഴെ. അതെ, ഒറ്റ സ്ക്രീനായിട്ട് വേണം. ഓക്കെ, ഈ സീൻ 3 എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒന്ന് ക്ലിക്ക് ചെയ്തേ. അതെന്താണ്? അതിനകത്ത് ഓൾറെഡി അത് കുറച്ച് ചെയ്തിട്ടുണ്ട്. മുമ്പ് എടുത്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. അതെ, ഓക്കെ. പക്ഷെ അത് ഇപ്പോഴും വരുന്നില്ലല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നില്ല. ഈ ബാക്കി ഏരിയയിൽ കാണേണ്ടത്. ഇല്ലില്ല, അത് ഓരോ സീനിനും നമ്മളത് ചെയ്യണം. ഇതിനകത്ത് ഇനി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. ഇപ്പൊ ആഡ് ചെയ്തിട്ട് മെയിൻ ക്യാമറ ഓൺ ചെയ്തേ. മെയിൻ ക്യാമറ ക്ലിക്ക് ചെയ്തേ. അതിനകത്ത് ഈ 2 വീഡിയോ ക്യാപ്ചർ ഡിവൈസും ഓഡിയോ ഔട്ട്പുട്ട് ക്യാപ്ചർ അത് മാറ്റണം കേട്ടോ. ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ ആണ് ഔട്ട്പുട്ട്. അത് ഡിലീറ്റ് ചെയ്തോ. ഓക്കെ, ഓഡിയോ ഒക്കെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന മൊബൈലിൽ നിന്നാണ്. ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ. അല്ല, മൊബൈലിൽ നിന്ന് നമുക്ക് OBS വർക്ക് ചെയ്യുന്നുണ്ട്. OBS അല്ല, ഞാനിപ്പോ സംസാരിക്കുന്ന മൊബൈലിലൂടെയാണെന്ന് പറയാം. ഇതിലെ സിസ്റ്റത്തിന്റെ മൈക്കൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുക. മ്യൂട്ടാണ്. ഓഡിയോ ഇൻപുട്ട് ഏതെങ്കിലും ഒരു മൈക്കല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ബാക്കിലെ സ്ക്രീൻ അവിടെ കളർ സോഴ്സ് കൊടുക്കുക. അവിടെ അല്ല, സോഴ്സിൽ ഗ്രീൻ സ്ക്രീൻ എന്തെങ്കിലും പേര് കൊടുക്കുക. ഗ്രീൻ സ്ക്രീൻ ഇല്ല ഇപ്പൊ. അത് കുഴപ്പമില്ല, വെറുതെ ഗ്രീൻ പേര് കൊടുത്താൽ മതി. ഓക്കെ, അത് കൊടുത്തു. കളർ സോഴ്സ് നമ്മൾ ഗ്രീൻ ആക്കണം. അത് വരും. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കളർ സോഴ്സ് വരും. ഗ്രീൻ ഇവിടുന്ന് ഏറ്റവും ടോപ്പിൽ ഇവിടെ ബേസിക് കളേഴ്സിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നതിന് മുകളിൽ മൂന്നാമത്തെ ഗ്രീൻ കൊടുക്കും. അവിടെ അതെ, മൂന്നാമത്തെ. ഓക്കെ കൊടുത്തു ഇവിടെ. ഓക്കെ, ഇനി ആ ഗ്രീൻ സ്ക്രീൻ താഴേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ ഇവിടെ സോഴ്സിൽ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ആരോസ് കൊടുത്തിട്ടില്ലേ, 2 ആരോ. അതില് അല്ല, സോഴ്സിൽ ഗ്രീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് താഴെ 2 ആരോ കാണുന്നില്ല, മുകളിലേക്കും താഴേക്കും ഷിഫ്റ്റ് ചെയ്യാറില്ല. സോഴ്സിൽ തന്നെ ഇവിടെയാണോ? സോഴ്സിൽ തന്നെ താഴെ അതിന്റെ മുകളിൽ ഈ സാധനം കയറി കിടക്കുക. അതെ, നമ്മുടെ പിക്ചറിന്റെ മുകളിൽ ഈ ഗ്രീൻ സ്ക്രീൻ കിടക്കാണ്. അതുകൊണ്ടാണ് താഴേക്ക് കൊണ്ടുവരും. അല്ല, കണ്ടില്ലേ? ആരോ കണ്ടില്ലേ?
ഇപ്പൊ ഓബിയസ് പോയി. ഒബിയസ് പോയാ ഓക്കെ, ആരോ ഉണ്ട്. അതിൽ അത് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യും. അല്ല, ആദ്യമേ ഗ്രീൻ സ്ക്രീൻ ക്ലിക്ക് ചെയ്യും. ഗ്രീൻ സ്ക്രീൻ ഹൈലൈറ്റ് ചെയ്യും. ഓക്കെ. ഓക്കെ. ഇനി ഇനി ആ. അത് ക്ലിക്ക് ചെയ്യാം. താഴേക്ക് വരും, ആ. ഏറ്റവും താഴെ. യെസ്, വന്നു. അപ്പൊ നമ്മളിത് എങ്ങനെ വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. ഓഡിയോ എവിടെ ആ. കിടന്നാലും കുഴപ്പമില്ല. സീനില് ആ. നമുക്ക് ആ. വ്യത്യാസങ്ങളൊന്നും വരില്ല. അതെ. ഇനിയിപ്പോ ഈ സാജൻ ബാക്കിൽ ഗ്രീൻ ഉണ്ടെങ്കിൽ ഇത് ആ. സാജന്റെ പിക്ചർ മാത്രം അവിടെ വരും, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഓക്കെ. ഉണ്ടാവില്ല. ഓക്കെ. ഉണ്ടാവില്ല. ആ. ആ. ഇത് ഫുൾ സ്ക്രീൻ ആക്കി ഇടുക. ആ. ആ, ക്യാമറ. ഓക്കെ. അത് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് മെയിൻ സോഴ്സ് ഓഫ് ക്യാമറ സൗണ്ട് ഒരൊറ്റ സീൻ മാത്രം ആക്കി ഇടുക. ഓക്കെ. ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചെയ്യരുത്, ഈ 3 കാര്യം അപ്പൊ മാത്രം. ഈ ഗ്രീൻ കാണുന്ന സ്ഥലത്ത് മറ്റ് സംഭവങ്ങൾ വരാൻ എന്താ ചെയ്യാം? അല്ല, അതിലേക്ക് വരാം. ഇതിപ്പോ മെയിൻ നമ്മുടെ ഓക്കെ. ഓഡിയോ വീഡിയോ സോഴ്സ് ആണ് ഈ സീനിൽ ആദ്യം നമ്മൾ ശരി. ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ആ സീനില് പ്ലസ് ക്ലിക്ക് ചെയ്ത് അടുത്ത സീൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം നമ്മള്. ഓക്കെ. സീനിലാണോ? സീനില് പ്ലസ് ക്ലിക്ക് ചെയ്തു. സീൻ 2ന് പ്രസന്റേഷൻ എന്നോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ കൊടുക്കുക ഓക്കെ. ഒരു പേര്. അല്ലെ, ഇപ്പൊ സീൻ 2 എന്ന് കൊടുത്താലും കുഴപ്പമില്ല, എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ. പ്രസന്റേഷൻ കൊടുക്കും. അത് ഓക്കെ കൊടുക്കും. ഓക്കെ. ഇനി ഇവിടെ സോഴ്സിൽ നമുക്ക് ഓരോന്ന് ആഡ് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ സ്ലൈഡ്സും ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇനി പ്ലസ് ക്ലിക്ക് ചെയ്തേ, സോഴ്സിൽ പ്ലസ്. അതിനകത്ത് സീൻ എന്ന് പറയുന്നത് നടക്കുന്നില്ല, താഴത്തുനിന്നും. യെസ്, അത് ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ലിസ്റ്റ് എടുത്ത് മെയിൻ ക്യാമറ ക്ലിക്ക് ചെയ്യും. അതെ, മെയിൻ ക്യാമറ ക്ലിക്ക് ചെയ്തു. ഓക്കെ. മെയിൻ ക്യാമറ ഓക്കെ കൊടുത്തു. അപ്പൊ അത് ഇവിടെ വന്നു. ഇപ്പൊ ഞാൻ ഒന്ന് ഇമാജിൻ ചെയ്തത് സാജൻ മാത്രം സ്ക്രീനിലിരിക്കുന്ന ഒരു കേട്ടോ, ഇതുമാതിരി കോർണറിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സ്ലൈഡ്സ് കയറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇനി സൗണ്ടോ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഇപ്പൊ ഒരു വീഡിയോ ആണ് പുറകിൽ ഇടുന്നതെങ്കിൽ ആ വീഡിയോ ഇവിടെ ആഡ് ചെയ്യുക, ഈ സോഴ്സിൽ ആഡ് ചെയ്യുക. വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് വീഡിയോ ഏതെങ്കിലും ചെറിയ വീഡിയോ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്തോ. അല്ലെങ്കിൽ സ്ലൈഡ്സ് PNG സ്ലൈഡ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. സ്ലൈഡ്സ് PNG-യിലായിരിക്കണം കേട്ടോ. PNG ഫോർമാറ്റിലാണെങ്കിൽ. PNG-യിലേക്ക് ഇപ്പൊ തൽക്കാലം ഒന്നുമില്ല. വേറെ ഏതെങ്കിലും വെറുതെ ഒരു പിക്ചർ ഇടുക, അല്ലെങ്കിൽ വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ ഇട്. അവിടെയല്ല ഈ പിക്ചർ ഇട്ടോ, അതല്ല അല്ലേ, വീഡിയോ ആയിട്ടുണ്ടോ നോക്കി. അപ്പൊ അത് എവിടെ, സോഴ്സിലല്ലേ ഇടേണ്ടത്? അല്ലല്ല, ഇതിപ്പോ നമ്മൾ പ്രസന്റേഷന്റെ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രസന്റേഷന്റെ ഇതില് ഒരു കാര്യം ചെയ്യും. അത് ഇനി സീനിലൊന്നും ചെയ്യണ്ട, സീനിൽ അവിടെ കിടക്കട്ടെ. സീനിൽ നമ്മൾ ആദ്യമേ മെയിൻ ക്യാമറ ക്രിയേറ്റ് ചെയ്തു, തൊട്ട് താഴെ പ്രസന്റേഷൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി സോഴ്സിലാണ് ഓരോന്ന് ആഡ് ചെയ്യേണ്ടത്. മെയിൻ ക്യാമറ ആഡ് ചെയ്തു, ഓക്കെ. സോഴ്സിൽ പ്ലസ് കൊടുക്കുക. ഇനി അതിനകത്ത് സ്ലൈഡ് ഷോ ഒന്ന് ക്ലിക്ക് ചെയ്ത്, അത് ക്യാൻസൽ ചെയ്തിട്ട് സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യും. പ്ലസ് കൊടുത്തിട്ട് സ്ലൈഡ് ഷോ മുകളില് സ്ലൈഡ് ഷോ താഴെ മിഡിലായിട്ട് എടുക്കും. സ്ലൈഡ് ഷോ ഇമേജ് സ്ലൈഡ് ഷോ അത് തൊട്ട് താഴെ. ഓക്കെ. സ്ലൈഡ്സ് ആഡ് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ സ്ലൈഡ് ഇല്ലെങ്കിൽ ഓക്കെ കൊടുത്തോളൂ, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ ഒരു വിൻഡോ വന്നില്ലേ? ഈ വിൻഡോ എന്ന് കഴിയുമ്പോൾ അതിനകത്ത് ആദ്യത്തെ വിസിബിൾ ബിഹേവിയർ സ്ലൈഡ് മോഡ് എന്നല്ലോ, അത് ഓട്ടോമാറ്റിക് മൂവ് ചെയ്ത് മാനുവലാക്കുക. ഓക്കെ. ഇനി താഴേക്ക് വരട്ടെ. ഈ ബാർ സ്ലൈഡ് ബാർ അല്ലേ, സൈഡ്. ഓക്കെ. താഴേക്ക് വരട്ടെ. കുറച്ചുകൂടെ പുള്ളി ചെയ്യും. സൈഡിൽ ബാർ കാണുന്നില്ല, താഴേക്കുള്ള ബാർ. അത് തന്നെ. ഇവിടെ പ്ലസ്, ആ വേസ്റ്റ് ബിന്നിന്റെ തൊട്ടുമുള്ള ഒരു പ്ലസ് ഇല്ലേ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ ആഡ് ഫയൽസ് കിടക്കുന്നുണ്ട്.
ആ ഓക്കെ. അത് നമ്മൾ എവിടെയാണോ സ്ലൈഡ്സിന്റെ ഫയൽ എന്നുള്ളത് ആ ഫയൽ അങ്ങ് ആഡ് ചെയ്താൽ മതി. PNG ആയിട്ടുള്ള ഫയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒന്നും കാണില്ല. ഏതെങ്കിലും ഒരു എടുത്ത് സ്ലൈഡ് ഷോ എന്തെങ്കിലും എടുത്ത് ഇതിൽ JPG ഒക്കെ കാണുന്നുണ്ട്. JPG പറ്റും. PNG JPG ഒക്കെ ഇത് നമുക്ക് ആഡ് ചെയ്യാം. അതാണ് ഇത് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ വരില്ല. അല്ല ഏതെങ്കിലും ഒരു ഫയൽസ് എടുത്ത് സ്ലൈഡ് ആയിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇപ്പൊ ഒരു പിക്ചർ ആഡ് ചെയ്തു. ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ. അത് അല്ല, നമുക്കൊരു സ്ലൈഡ് ആയിട്ട് കൊടുക്കാൻ JPG-ലാണെങ്കിലും കിടപ്പുണ്ടോ നോക്കി. ഫയൽ 2-3 പിക്ചേഴ്സോ അല്ലെങ്കിൽ സ്ലൈഡ്സോ ആയിട്ട്. അല്ല, JPG ഒരു ഫയലല്ലേ JPG വരുള്ളൂ, ഒരു പിക്ചറല്ലേ വരുള്ളൂ. അല്ല, സീരീസ്. പല പിക്ചേഴ്സിന്റെ ഒരു ഫയൽ ഉണ്ടോ നോക്കാം. ഫോൾഡർ ആണോ ഉദ്ദേശിക്കുന്നത്? അത് ഫോൾഡർ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ. അതിപ്പോ കൊടുത്തിരിക്കുന്ന പിക്ചർ ഡിലീറ്റ് ചെയ്തോ. അതല്ല, അവിടെ അല്ല, അവിടെ അതെ. ഓക്കെ, അവിടെ റൈറ്റ് സൈഡില്. ഓക്കെ. ഇനി പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഫയൽസ്. ആഡ് ഡയറക്ടറി ആണോ കൊടുക്കേണ്ടത്? അല്ല, ഫയൽ ഹണിന്ന് കൊടുത്തിരിക്കുന്നത് എന്താണത്? ഫയൽ കുറെ സ്ലൈഡ്സിന്റെ ഏതെങ്കിലും ഒരു ഫയൽ ഉണ്ടെങ്കിൽ തുറന്നേ. അങ്ങനെ സ്ലൈഡ്സ് ആയിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സ്ലൈഡ്സ് ഇല്ല. ആയിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. ഇത് ഞാൻ ഇപ്പൊ ഡിസൈൻ ചെയ്ത ഉണ്ടല്ലോ. ലേബൽസ്. ഇപ്പൊ നിങ്ങള് ഒന്ന് ശ്രദ്ധിക്കും. നിങ്ങൾ പവർ പോയിന്റിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക സ്ലൈഡ്സ്. പവർ പോയിന്റിൽ സ്ലൈഡ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ സേവാസ് കൊടുക്കുമല്ലോ. ഓക്കെ. സേവാസ് കൊടുത്തു കഴിയുമ്പോൾ ആ സേവാസിനകത്ത് നമുക്ക് PNG ആയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ എന്നിട്ട് അതൊരു ഫയലിലേക്ക് ഇട്ടിട്ട് അത് വേണമെങ്കിൽ ഇപ്പൊ ചെയ്തോ. ഒരു സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും പവർ പോയിന്റ് ഉണ്ടോ? പവർ പോയിന്റിലല്ലേ ചെയ്യുന്നു എന്ന് പറഞ്ഞേ? അല്ല, ഞാൻ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാറില്ല. സാധാരണ JPG ഫയൽസ് ഇങ്ങനെ ഏതെങ്കിലും പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് മാറ്റി മാറ്റി ചെയ്യാറാണ് സ്ലൈഡ് ഷോന് ചെയ്യാറുള്ളത്. ഇതിലൊന്നും സൂമിലൊന്നും ഇതുവരെ സ്ലൈഡ് ഷോ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ അത് ഇനി സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ PNG ഫയലായിട്ട് അതൊരു ഫയലിലാക്കുക. അപ്പൊ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫയലിൽ നിന്ന് അത് ആഡ് ചെയ്യുമ്പോൾ അത് ഓരോ പിക്ചേഴ്സ് ആയിട്ടൊരു ലിസ്റ്റ് തന്നെ അങ്ങോട്ട് വരും. അത് ആ സീക്വൻസിൽ തന്നെ. ഇപ്പൊ നമ്മള് പവർ പോയിന്റിലാണ് നിങ്ങൾ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ നമ്മൾക്ക് സേവാസ് കൊടുത്തു കഴിയുമ്പോൾ PNG ഫയലിലേക്ക് നമ്മൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഓരോന്നോരോന്ന് ആഡ് ചെയ്തേ. ഇത് ഓരോ പിക്ചേഴ്സ് ഒന്ന് ആഡ് ചെയ്തേ. ഓക്കെ, ഓപ്പൺ. ഇനി ഒരു പ്ലസ് കൊടുത്തിട്ട് ഒന്നുകൂടെ മറ്റേത് ആഡ് ചെയ്യും. പ്ലസ് കൊടുക്ക്. ആഡ് ഫയല്. അടുത്ത കൊടുക്ക്. ഓക്കെ, ഓപ്പൺ. ഓക്കെ, ഇനി ഒന്നുകൂടെ പ്ലസ് കൊടുത്തിട്ട് ഒരു പിക്ചറോടെ കൊടുത്തേ. ഓക്കെ. ഇനി അത് ഓക്കെ കൊടുക്കും. താഴെ ഓക്കെ കൊടുക്കും. താഴെ മൂന്ന് സ്ലൈഡ് വന്നു. ഓക്കെ. ഇനി ഇവിടെ മുകളിൽ പിക്ചറിന്റെ തൊട്ട് താഴെ ആരോസ് കാണുന്നില്ലേ? പോസ് ചെയ്യാനുള്ളതും ഫോർവേഡും ബാക്ക്വേഡും. അത് ക്ലിക്ക് ചെയ്തേ. ഉണ്ടോ? ഓക്കെ. പക്ഷെ അപ്പൊ എന്റെ ഇത് പോയി. അല്ല, നിക്ക് അത് പറഞ്ഞുതരാം. ഈ ഇമേജ് അല്ലല്ല, പ്രസന്റേഷൻ എടുക്കുക. പ്രസന്റേഷൻ തന്നെ എടുക്കൂ. ഓക്കെ. ഇനി സോഴ്സിൽ വരും. സോഴ്സിൽ ആ ഇമേജ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഡൗൺ ആക്കും. അല്ല, അങ്ങനെ ഫുൾ ഡൗൺ ചെയ്തോ. ആ ഗ്രീൻ മെയിൻ ക്യാമറ മുകളിലേക്ക് വരട്ടെ. സ്ലൈഡ് താഴേക്ക് വിട്ട് അത് ഹൈലൈറ്റ് അവിടെ. അവിടെ ഇല്ലല്ലോ. ഗ്രീൻ സ്ക്രീൻ എവിടെയാ? മെയിൻ ക്യാമറ മുകളിൽ കിടക്കണം. 2 ഉള്ളൂല്ലോ ഇവിടെ. അല്ലല്ല, അത് സ്റ്റുഡിയോ. അത് 2 ഇതില് വരാൻ. ഫെയ്ഡ് കൊടുക്കാനാണ്. അല്ലല്ല, അത് അവിടെ ഒന്നും ചെയ്യണ്ട. അത് സ്റ്റുഡിയോ മോഡ് ഓഫ് ചെയ്തോളൂ. സ്റ്റുഡിയോ മോഡ് റൈറ്റ് സൈഡ്. ഇതിപ്പോ എന്ത് പറ്റിയെന്ന് നോക്കണം. ഇപ്പൊ ഗ്രീൻ ആണ് ബാക്കിൽ കിടക്കുന്നത്. മെയിൻ ക്യാമറ ഇതിൽ നോക്കട്ടെ.
റെക്കോർഡിംഗ് ഇല്ലായിരുന്നു. ഇല്ലല്ല, അത് ആ റെക്കോർഡിംഗ് ഉണ്ട്. വിൻഡോ അല്ല, എഫക്റ്റ് ഫിൽറ്റേഴ്സ് അത് ക്ലോസ് ചെയ്തു. മെയിൻ ക്യാമറ പ്രസന്റേഷൻ എടുത്തേ ഒന്നുകൂടെ. പ്രസന്റേഷൻ സീനില് പ്രസന്റേഷൻ ഓക്കെ. അല്ലല്ല, ക്ലിക്ക് ചെയ്താൽ മതി. അത് പുള്ളിയുണ്ട്, അങ്ങോട്ടും പുള്ളിയുണ്ട. പ്രസന്റേഷൻ ഓക്കെ. ക്ലിക്ക് ചെയ്യും. ആ ഇപ്പൊ മെയിൻ ക്യാമറയും സ്ലൈഡ് ഷോയും കാണുന്നത്. പക്ഷെ ഗ്രീൻ സ്ലൈഡ് എവിടെയാ? ആ സ്ലൈഡ് ഒന്ന് മുകളിലേക്ക് ആക്കിക്കേ. അല്ല, സ്ലൈഡേ ഇമേജ് സ്ലൈഡ് ഷോ അത് അങ്ങനെയല്ല, ക്ലിക്ക് ഓക്കെ. അപ്പൊ അത് മുകളിൽ വരുന്നുണ്ടല്ലേ. അപ്പൊ അത് നമ്മള് അത് ആ സ്ക്രീൻ എനിക്ക് തോന്നുന്നത് അത് ബ്ലാക്ക് ആക്കുമല്ലോ ചെയ്യേണ്ടി വരും. ആ ഗ്രീൻ കിടക്കുന്ന ഭാഗം പിന്നെ നമുക്ക് ചെയ്യാൻ ട്രാൻസ്പെറന്റ്. പറ്റുന്ന പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞോ, ഈ സ്ലൈഡ് ചെറുതാക്കാം. ഈ സ്ലൈഡ് ഡ്രാഗ് ചെയ്തൊന്ന് ചെറുതാക്കി. അത് ഗ്രീൻ സ്ക്രീൻ ആണത്. ആ അതാണ് ചെറുതായതല്ലേ. അല്ലല്ല, ഓക്കെ. ഞാൻ പറഞ്ഞ സ്ലൈഡ് ഉണ്ടല്ലോ, അത് ചെറുതാക്കിക്കേ. Yes. അത് പുള്ളി അത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റും മുകളിലേക്ക്. അങ്ങനെ മാറ്റി വെച്ചിട്ട് ആ നിങ്ങളുടെ ഫോട്ടോ കുറച്ച് ചെറുതാക്കുക. നിങ്ങളുടെ പിക്ചർ വീഡിയോ അത് ക്ലിക്ക് ചെയ്ത് അത് ഗ്രീൻ സ്ക്രീൻ. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ അത് പിക്ചറിന്റെ മുകളിൽ വരുന്നെങ്കിൽ ആ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് കറക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ അത് മുകളിലേക്ക് അങ്ങനെ വരാത്തത്. അതെ, അതാണ് ഇത്. ഈ ഭാഗം ട്രാൻസ്പെറന്റ് ആവണം. അത് ബാക്ക് സൈഡിൽ ഗ്രീൻ ഇട്ടിട്ടേ, അപ്പൊ നമ്മുടെ ബാക്ക് സൈഡ് ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ അത് കറക്റ്റ് ആവും. ഇപ്പൊ കിടക്കുന്ന ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്തോളൂ. ഗ്രീൻ സ്ക്രീൻ ക്ലിക്ക് ചെയ്തേ. അല്ലല്ല, അവിടെയല്ല. അത് മൂവ് ചെയ്ത് നോക്കി. നിങ്ങളുടെ പിക്ചർ ആണോ ഗ്രീൻ? നിങ്ങളുടെ പിക്ചറാണത്. അതെ. അതാ നമ്മള് ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അതിനകത്ത് നമ്മളുടെ പിക്ചറിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഗ്രീൻ അല്ലേ കൊടുത്തിരിക്കുന്നത്, ഇതുപോലെ ബ്ലാക്ക് ആയിട്ട് എടുക്കുക. എന്റെ ബ്ലാക്ക് ആയിട്ടല്ലേ കിടക്കുന്നത് ഇപ്പൊ സ്ക്രീൻ കാണുന്നത് എന്റെ പിക്ചർ നോക്കി. അതുപോലെ ആയാൽ മാത്രമേ നമ്മൾ സ്ക്രീനിലേക്ക് ഇടുമ്പോ നമ്മളുടെ മാത്രം പിക്ചർ. എന്തായാലും ഇതിലൊന്ന് ചെയ്ത് നോക്കട്ടെ ഞാൻ. അത് ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ സ്ക്രീൻ വന്നതിന് ശേഷം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ശരിയോ? ഓക്കെ, അത് ചെയ്ത് നോക്കാം. ഇനിയിപ്പോ എനിക്ക് എന്റെ സ്റ്റുഡിയോയിൽ എത്തണം, പാലക്കാട് എത്തണം. ഞാൻ ഇപ്പൊ കോഴിക്കോടാണ് ഉള്ളത്. നാളെ പോവുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ എന്താ പറഞ്ഞത് വേറെ? എനിക്ക് അറിയുന്നത് ഈ സാധനം സൂമിൽ കൊണ്ടുവരാൻ എന്താ ചെയ്യാന്നുള്ളതാണ്. അത് ഞാൻ സാധാരണ ചെയ്യുന്ന വെർച്വൽ ക്യാമറ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് സൂം എടുത്തേ. അവിടെ ഞാൻ മറന്നുപോയത്, അപ്പൊ പറഞ്ഞുതരാം. സൂം എടുക്കും. സൂമില് നമ്മൾ ക്യാമറ സെലക്ട് ചെയ്യുന്നില്ലേ? അതില് സൂമില് ആ ക്യാമറ സെലക്ട് ചെയ്തതിന്റെ ലിസ്റ്റില് ഇത് കിടക്കുന്നില്ലേ നോക്കി. സൂമില് ക്യാമറ ഒറ്റ ക്യാമറ വീഡിയോ. അവിടെയാണ് OBS വെർച്വൽ ക്യാമറ എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. നമ്മൾ ശരിക്കും ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ OBS വെർച്വൽ ക്യാമറ, HP, ട്രൂ വിഷൻ, അങ്ങനെയൊക്കെ നമ്മൾ ക്യാമറാസ് ഏതൊക്കെയുണ്ടോ അതെല്ലാം കാണും. വീഡിയോയുടെ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റ് വരുന്നില്ലേ? ആ ലിസ്റ്റില് OBS വരും. അപ്പൊ കറക്റ്റ്. ഓക്കെ, ഇപ്പൊ വന്നു. പക്ഷെ എനിക്ക് ഇവിടെ പവർ പോയപ്പോ സിസ്റ്റം പോയി. ഇപ്പൊ ഫോൺ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇതാണ് ഈ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചതല്ലോ. നമ്മൾ ഓരോന്ന് വീഡിയോ കണ്ട് പഠിച്ചുകൊണ്ട് ഓരോന്ന് മറന്നു. അപ്പൊ OBS ഇപ്പൊ വരുമല്ലോ. ഇപ്പൊ വരും, കുഴപ്പമൊന്നുമില്ല.
വന്നു. ആ ഓക്കെ. വന്നല്ലോ. ഓക്കെ, ആ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? എനിക്കിവിടെ സിസ്റ്റത്തിൽ ഇത് പോയി, കണക്ഷൻ പോയി. ഓക്കെ, പക്ഷെ ഇവിടെ കാണുന്നത് അപ്പൊ OBS എന്നല്ലേ? ആ ലിസ്റ്റിൽ OBS വന്നായിരുന്നോ? ആയിരിക്കും. വന്നു വന്നു വന്നു. അപ്പൊ പിന്നെ ലിസ്റ്റിൽ കറക്റ്റ്. വന്നു. അപ്പൊ അത് Correct. അപ്പൊ OBS ക്യാമറ, വെർച്വൽ ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മള് സൂമില് ക്യാമറയുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് OBS കിടപ്പുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ OBSൽ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം സൂമിലേക്ക് മറ്റുള്ളവർ കാണുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ സൂം ഓപ്പൺ ചെയ്യേണ്ട, ആ വെർച്വൽ ഈ OBSൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അത് സൂമിലേക്ക് പോവും. അണ്ട് സൂമിൽ റെക്കോർഡിംഗ് ആണെങ്കിൽ ആ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കും. എന്തായാലും 2-3 ചെയ്ത് കഴിയുമ്പോ അതെ, ഞാനും കുറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കുക. അപ്പൊ ഏതെങ്കിലും പിള്ളേര് മലയാളത്തിലും പിള്ളേര് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഞാനും അങ്ങനെയൊക്കെ തന്നെ അത് സെറ്റപ്പ് ചെയ്തത്. അതുപോലെ നമ്മുടെ ഡ്രോയിഡ് ക്യാം സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചെയ്തത്. നമ്മുടെ കൺസോളിൽ നിന്നല്ല ഞാൻ പഠിച്ചത്. ഡ്രോയിഡ് ക്യാം ആദ്യമേ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യണം OBSല്. ആ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ഈ ഡ്രോയിഡ് ക്യാം എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഡ്രോയിഡ് ക്യാം OBS എന്ന് കൊടുക്കണം. അതൊരു വീഡിയോ എടുത്ത് നോക്കിക്കോളൂ. അതാണ് യഥാർത്ഥത്തിലുള്ള പ്ലഗിൻ. OBSന്റെ തന്നെ പ്ലഗിൻ ആഡ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോ ഡ്രോയിഡ് ക്യാം അടിച്ചു കഴിയുമ്പോൾ വേറെ പല ഇതും വരും. അതിനൊക്കെ ചിലപ്പോൾ ക്യാഷ് വരും, അല്ലെങ്കിൽ ആഡിന് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറയും. അത് പിന്നെ അത് തട്ടിപ്പോ, അത് ശരിയാവില്ല. ഞാനിപ്പോ ഇൻസ്റ്റാൾ ചെയ്തു ഡ്രോയിഡ് ക്യാം OBS ഇൻസ്റ്റാൾ ചെയ്തു മൊബൈലില് അല്ലെ? മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ. അപ്പൊ അതാണ് നമുക്ക് ഇത് പ്ലഗിൻ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലും കണ്ട് ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു OBSല്. അപ്പോഴാണ് നമ്മൾക്ക് ഇപ്പൊ ഇതെടുത്ത് കഴിയുമ്പോഴേ OBS എടുത്ത് OBS ഇപ്പൊ ഇല്ല, OBS ഓഫ് ആയി പോയി. ഓക്കെ. അപ്പൊ അതിനകത്ത് നമ്മളെ സോഴ്സില് നമ്മളിപ്പോ ക്യാമറ ആഡ് ചെയ്യുന്നത് നമ്മൾ ഡ്രോയിഡ് ക്യാം ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ പ്ലസ്, ആ സോഴ്സിന്റെ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ലിസ്റ്റിനകത്ത് ഡ്രോയിഡ് ക്യാം എന്നുണ്ടായിരിക്കണം. അപ്പൊ അത് പ്ലഗിൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് വരുള്ളൂ. ശരി. പ്ലഗിൻ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യണം അല്ലേ? അതെ, സിസ്റ്റത്തിൽ ആഡ് ചെയ്യണം. ഓക്കെ. അതപ്പോ എവിടെയാ ആഡ് ചെയ്യേണ്ടത്? അല്ല, അത് ആഡ് ചെയ്യണ്ട. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് പ്ലഗിൻ ആവുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പൊ സിസ്റ്റത്തിലേക്കും ഡൗൺലോഡ് ചെയ്യണം, മൊബൈലിലേക്കും ഡൗൺലോഡ് ചെയ്യണം. അതെ. ഓക്കെ. എന്തായാലും നോക്കാം, ഞാനൊന്ന് യൂട്യൂബ് എടുത്ത് നോക്കാം. മാഡം ഇവിടെ സ്ക്രീൻ, എന്റെ സ്ക്രീനാണോ കാണുന്നത്? എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? അതിനകത്ത് റൈറ്റ് സൈഡിലെ ഏറ്റവും താഴെ കൺട്രോൾസ് എന്നുള്ള ഇത് കാണുന്നുണ്ടോ? കൺട്രോൾ ഇത് എന്റെ കർസർ മൂവ് ചെയ്യുന്ന കണ്ടോ? ഇവിടെ കൺട്രോൾസിനകത്ത് ഏറ്റവും ആദ്യത്തെ സ്ട്രീമിംഗ്, അതായത് നമ്മൾ നേരിട്ട് നമ്മൾ ഓൺലൈനിൽ പോകുന്നതിനാണ് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. അത് വിടുക, നമുക്ക് ആവശ്യം വരില്ല. പിന്നെ തൊട്ട് താഴെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കാണുന്നുണ്ടോ? അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പോസ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പോസ് അവിടെ സ്റ്റോപ്പ് ആവും. നമ്മൾ സാധാരണ റെക്കോർഡിങ്ങിലൊക്കെ ചെയ്യുന്ന മാതിരി. എന്നിട്ട് ഏറ്റവും അവസാനം സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു ഫയലിലേക്ക് പോകും. ആ ഫയൽ എന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് ടോപ്പില് ഒരു ഫയൽ കാണുന്നുണ്ടോ? അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഷോ റെക്കോർഡിങ്സ് കാണും. ഷോ റെക്കോർഡിങ്സ് എന്ന് വരുമ്പോൾ അതിനകത്ത് ആ ലിസ്റ്റിനകത്ത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അവിടെ കിടപ്പുണ്ടാവും. സംശയം ഉണ്ടോ? അത് സേവ് ചെയ്തു മാഡത്തിന് പറയുന്ന ക്ലിയർ ആവുന്നില്ലല്ലോ. നമ്മള് ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നെങ്കിലേ ഫേസ്ബുക്കില് ഇവിടുന്ന് ആ വീഡിയോ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ്. അല്ല മാഡം, നമ്മളിപ്പോ ഇത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഒരു ഫയലാക്കി ഇടുവാണല്ലോ.
അതിന് ആ വീഡിയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫേസ്ബുക്കിൽ നമ്മൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തതിന് ശേഷമൊക്കെയാണ് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടുന്ന് എടുത്ത് നിങ്ങൾ സാധാരണ മൊബൈൽ കൈ പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്തിരുന്നതുകൊണ്ടാണ്. ഇതൊരു സ്റ്റുഡിയോ സെറ്റപ്പിൽ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനമാണ്. എഡിറ്റിംഗ് ഓപ്ഷൻ കിടക്കുന്നുണ്ടല്ലോ സാർ. ഇതിനകത്ത് എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ ഇതുമാതിരി പ്രസന്റ് ചെയ്യാനേ പറ്റുള്ളൂ. ആ പ്രസന്റ് ചെയ്യുന്നതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടാവും. എഡിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഇതിൽ വേണം എഡിറ്റ് ചെയ്യാൻ. ഇത് കുറച്ച് പ്രൊഫഷണൽ വേ ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ എല്ലാവരും ഈ യൂട്യൂബിലൊക്കെ പോകുന്ന ആൾക്കാർ മൊബൈലിൽ അങ്ങ് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് മൊബൈലിൽ തന്നെ അത് എഡിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അപ്പൊ ഇതൊരു 6:10 എനിക്ക് കുറച്ചൊന്ന് പുറത്ത് പോകേണ്ടത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. റെക്കോർഡിംഗ് ഉണ്ട്, റെക്കോർഡിംഗ് തരാം. സാജൻ ഔട്ടായോ? സാജൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. സാജന് ഔട്ടായിരുന്നു. സാജന് രണ്ടാമത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സാജൻ എനിക്ക് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. ഹലോ ഹലോ സാജൻ. ഹലോ കേൾക്കുന്നുണ്ട്. സാജൻ ഞാനൊന്ന് പോവാണ്. സാജനും നിങ്ങൾ രണ്ടുപേരും കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. ഇല്ല, എനിക്കും സമയമായി. എനിക്ക് 6 മണി വരെയാണ് സമയം. ശരി. ഓക്കെ മാം. ഓക്കെ മാഡം. അപ്പൊ നമുക്ക് ഇന്നിപ്പോ വൈൻഡപ്പ് ചെയ്യാം. ഇതിന്റെ റെക്കോർഡിംഗ് ഒന്ന് ഇട്ടാ മതി. ഇതിടാ. നമ്മുടെ ഈ ട്രയാങ്കിൾ ഗ്രൂപ്പിലല്ലേ ഇടണ്ടേ? ലിങ്ക് ഇട്ട് തരാം. ഇതിപ്പോ എനിക്ക് തോന്നുന്ന യൂട്യൂബിൽ ഇട്ടിട്ട് വേണം ലിങ്ക് തരാം. ഇന്ന് ഫോട്ടോ എടുത്തില്ല. ഫോട്ടോയിൽ ഒന്ന് വരാവോ? നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇപ്പൊ ഞാൻ OBS-ലാണ് കിടക്കുന്നത്. ഇതൊക്കെ അവിടെ കിടന്നോട്ടെ. സാജന്റെ അത് കുറെ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. പിന്നെ മാം ഒന്ന് ക്യാമറയിലേക്ക് വരൂ. ഓക്കെ മാഡം, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? ഓൺ ചെയ്യാൻ പറ്റുമോ ക്യാമറ? സാധനം കാണാൻ പറ്റുന്നുണ്ട്. ബീനാമാം കൂടി ഒന്ന് ക്യാമറയിൽ വന്നാല്, അതല്ലെങ്കിൽ വേണ്ട, പിക്ചർ ഇവിടെ ഉണ്ട്. ഓക്കെ, പിക്ചർ ഉണ്ട്, അത് മതി. അപ്പൊ ഞാനിപ്പോ എടുക്കാണ് കേട്ടോ. ഒന്ന് നോക്കിക്കോ. ഓക്കെ. അപ്പൊ താങ്ക് യു.